അരുണാചൽ പ്രദേശിലെ സേല തടാകത്തിൽ കാണാതായ രണ്ടാമത്തെ മലയാളിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം സ്വദേശി മാധവാണ് മരിച്ചത്. വിനോദയാത്രയ്ക്ക് പോയ 7 മലയാളി സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. നേരത്തെ കൊല്ലം സ്വദേശി ബിനുവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. അച്യുതൻ വിവരങ്ങൾ വെച്ചിരുന്നു. അച്യുതൻ, പരിശോധനകളൊക്കെ തുടരുന്നുണ്ടായിരുന്നു, പക്ഷേ അത് വിഫലമായിരുന്നു അല്ലേ അച്യുതൻ? ഹാഷ്മി, അത് ഒരു ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ഇന്നലെ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലെ സേല തടാകത്തിലാണ് ഈ അപകടമുണ്ടായത്. 7 മലയാളി സംഘമായിരുന്നു വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി അവിടേക്ക് എത്തിയത്. ഈ തണുത്തുറഞ്ഞു കിടന്ന തടാകത്തിലേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു പെട്ടെന്ന് ആ പ്രതലം പൊട്ടി ഉള്ളിലേക്ക് ഇവർ വീഴുന്നതും. തുടർന്ന് അതിൽ ബിനു പ്രകാശ് എന്ന് പറയുന്ന കൊല്ലം സ്വദേശി യുടെ മൃതദേഹം ഇന്നലെ ലഭിച്ചിരുന്നു. തുടർന്ന് രണ്ടാമതായി കാണാതെയായ മാധവിന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു ഇന്ന് രാവിലെ SDRF-ഉം RBയും സംയുക്തമായി ചേർന്നുകൊണ്ട് അവിടെ നടത്തിയത്. പക്ഷേ ആ ശ്രമങ്ങൾ വിഫലമായി. മാധവിൻ്റെ മൃതദേഹവും രാവിലെ 10 മണിയോടുകൂടി ഇവിടെ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ഇതിൽ മൂന്നാമതായി ഈ അപകടത്തിൽപ്പെട്ട രഞ്ജിത്ത് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നിലവിൽ ഈ ബാക്കിയുള്ള 5 പേരെയും ആർമി ക്യാമ്പിൽ ഇപ്പോൾ അവർക്ക് ചികിത്സ നൽകി വരികയാണ്. മാത്രമല്ല ഈ മൃതദേഹങ്ങൾ 2 പേരുടെ മൃതദേഹങ്ങൾ അടുത്തുള്ള ആർമി ഹോസ്പിറ്റലിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുന്നു. ചില മലയാളി സംഘം ഇവർക്കൊപ്പം നിലവിലുണ്ട്. ഇന്നലെ 3 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ മേഖല പൊതുവേ ഈ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഇങ്ങനെ ഈ തണുത്തുറഞ്ഞ തടാകങ്ങൾ ഈ അതിശൈത്യത്തിലേക്ക് കടക്കുമ്പോൾ തടാകങ്ങൾ പൊതുവേ ഈ തണുത്തുറഞ്ഞ നിലയിൽ കാണപ്പെടാറുണ്ട്. അപ്പോൾ സ്വാഭാവിക വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഈ തടാകത്തിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. എന്തായാലും അത് പിന്നീട് ഒരു അപകടത്തിലേക്കാണ് അത് വഴിവെച്ചത്. എന്തായാലും 2 പേരുടെ മൃതദേഹങ്ങളും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി അടുത്തുള്ള ആർമി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.